أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് സൂറത്തു അംബിയ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ആദ്യ സൗണ്ട് ക്ലിയർ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും സംഭവമാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം റമദാനാണ്. അതിൻ്റെ ഒരായത്തിൻ്റെ ബാക്കി കുറച്ചുകൂടി നമുക്ക് വിശദീകരിക്കാനുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ففهمناها سليمان وكلا آتينا حكما وعلما. ഒക്കെ മറന്നു കഴിഞ്ഞല്ലേ. സൂറത്തുൽ അംബിയയിലെ 79-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم. ففهمناها سليمان وكلا آتينا حكما وعلما. ففهمنا سليمان وكلا آتينا حكما وعلما. وسخرنا مع داود الجبال يسبحن والطير وكنا فاعلين. وسخرنا مع داود الجبال يسبحن والطير وكنا فاعلين. وعلمناه صنعة لبوس لكم لتحصنكم من بأسكم فهل أنتم شاكرون. وعلمناه صنعة لبوس لكم لتحصنكم من بأسكم فهل أنتم شاكرون. ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها. ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها. وكنا بكل شيء عالمين. وكنا
ബികുല്ലി ശൈഇൻ ആലിമീൻ. അപ്പോ അവിടെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫഫഹംനാഹ സുലൈമാൻ. അവിടെ നിർത്തുകയാണെങ്കിൽ സുലൈമാൻ എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ അവിടെ മീമിന് കുറച്ച് നീട്ടണം. ഇനി അതെല്ലാം നിർത്താതെ ഓതാണെങ്കിൽ സാധാരണ സുലൈമാന എന്ന് പറഞ്ഞ് നിർത്തിയാൽ മതി. കാരണം നിർത്തുന്ന വഖഫിന്റെ അക്ഷരം അവിടെ വരുന്നുണ്ട്. വഖഫിന്റെ അക്ഷരത്തിന് മുമ്പ് വഖഫ് സുക്കൂനായിരിക്കും. അതിന് മുമ്പ് സുക്കൂനാണെങ്കിൽ കുറച്ചുകൂടി മദ്ദിന്റെ അക്ഷരമാണെങ്കിൽ കുറച്ചുകൂടി നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അതുകൊണ്ടാണ് ഫഫഹംനാഹ സുലൈമാൻ. ഈ നിർത്താതെ ഓതാണെങ്കിൽ ഫഫഹംനാഹ സുലൈമാന അവിടെ അത്ര തെറ്റിയാൽ മതി. അപ്പോൾ അവിടെ പിന്നെ സുലൈമാൻ എന്ന് പറഞ്ഞ വഖഫിൽ അവിടെ സുക്കൂനാണ് വരിക. അപ്പോൾ സുക്കൂന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരവും സുക്കൂനായി വരുന്നതാണെങ്കിൽ ഇപ്പം മദ്ദിന്റെ അക്ഷരമല്ലോ സുലൈമാൻ എന്നുള്ള അലിഫാണ് അവിടെ. അപ്പം അത് സുക്കൂന്റെ അക്ഷരമാണെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചുകൂടി മദ് വേണം അവിടെ. അപ്പോൾ ഫഫഹംനാഹ സുലൈമാന. പിന്നെ വകുല്ലൻ ആതൈന വകുല്ലൻ ആതൈന വകുല്ലൻ ആതൈന എന്നല്ല, അവിടെ ഇദ്ഹാർ ചെയ്യണം. വകുല്ലൻ ആതൈന ഹുക്മൻ വഇൽമ. ഹുക്മൻ വഇൽമ എന്ന് എഴുതാൻ പാടില്ല. ഹുക്മൻ കാഫിന് സുക്കൂനാണ്. ഹുക്മൻ വഇൽമ വഇൽമ അവിടെ മീമിനെ മണിച്ചിട്ടാണ് ഹുക്മൻ വഇൽമ. അവിടെ മീമിന്റെ തൻവീനെ ഇതിലേക്ക് എന്ത് ചെയ്യണം? പിന്നെ വാവിലേക്ക് ചേർത്ത് മണിക്കണം. വഹുക്മൻ വഇൽമ. പിന്നെ വസഖർന മഅ ദാവൂദൽ ജിബാല യുസബ്ബിഹ്ന വത്തൈർ. നിർത്തുന്നില്ലെങ്കിൽ വത്തൈറ വകുന്ന. നേരത്തെ പറഞ്ഞ അതേ നിയമം തന്നെ. നിർത്തുകയാണെങ്കിൽ യുസബ്ബിഹ്ന വത്തൈർ വത്തൈർ എന്ന് പറഞ്ഞ് നിർത്തണം. ഇനി നിർത്തുന്നില്ലെങ്കിൽ യുസബ്ബിഹ്ന വത്തൈറ വകുന്ന ഫാഇലീൻ വത്തൈറ വകുന്ന ഫാഇലീൻ. ഫാഇലീൻ അവിടെയും മദ്ദിന്റെ അക്ഷരം അവസാനത്തിൽ വരുമ്പം നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ വഅല്ലംനാഹു സ്വൻഅത ലബൂസിൻ ലക്കും. സ്വൻഅത സീനല്ല സ്വാദാണ്. വഅല്ലംനാഹു സ്വൻഅത ലബൂസിൻ. അവിടെ ലബൂസിൻ ലക്കും ആ തൻവീനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം. മണിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. സ്വൻഅത ലബൂസിൻ ലക്കും ലബൂസിൻ ലക്കും. അവിടെ ലബൂസിൻ ലക്കും എന്ന് മണിക്കാൻ പാടില്ല. ലബൂസിൻ ലക്കും ആ സീൻ എന്നുള്ളതിന്റെ തൻവീനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം. ലബൂസിൻ ലക്കും ലിതുഹ്സിനക്കും ലിതുഹ്സിനക്കും മിൻ ബഅസിക്കും. ലിതുഹ്സിനക്കും അവിടെ നോക്കുക. ലിതുഹ്സിനക്കും അവിടെ രണ്ട് മീമുണ്ട്. ലിതുഹ്സിനക്കും മിൻ ആ രണ്ട് മീമിനെ ഒന്നിനും മറ്റൊന്നിലേക്ക് ഇദ്ഗാം ചെയ്യണം ബിഗുന്ന. ലിതുഹ്സിനക്കും പിന്നെ മിൻ ബഅസിക്കുന്ന സാക്കിനായ നൂന് ശേഷം ബാ വന്നാൽ നൂനെ മീമാക്കണം. അപ്പോൾ മിൻ ബഅസിക്കും മിൻ ബഅസിക്കുന്നല്ല മിൻ ബഅസിക്കും. ലിതുഹ്സിനക്കും മിൻ ബഅസിക്കും ഫഹൽ അൻതും ശാകിറൂൻ. പിന്നെ വലിസുലൈമാന الريح عاصفة تجري بأمره. നിർത്തുകയാണെങ്കിൽ ബിഅംരിഹി. നിർത്താതെ ഓതുകയാണെങ്കിൽ ബിഅംരിഹി ഇലൽ അർദില്ലതി ബാറക്നാ ഫീഹാ ഇലൽ അർദില്ലതി ബാറക്നാ ഫീഹാ. അവിടെ അംരിഹി നിർത്താതെ ഓതുകയാണെങ്കിൽ കുറച്ച് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. പിന്നെ വകുന്ന ബികുല്ലി ശൈഇൻ ആലിമീൻ. ഇതാണ് നമ്മൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഒരു കൃഷിയുടെ വിഷയത്തിൽ നടത്തിയ വിധി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അഥവാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വിധി വിധിച്ചു. പിന്നീട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വിധി മാറ്റി
പറഞ്ഞൊരു സംഭവം. അഥവാ 99 ആടുള്ള ഒരാള്, ഒരാട് ഉള്ള ഒരാള്. അപ്പൊ ഈ ഒരാടുള്ള ഇത് എന്ത് ചെയ്തു, 99 പിന്നെ ആടുള്ള അല്ലെങ്കിൽ കൃഷിയുള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്തു, പിന്നെ അതിക്രമിച്ചു കയറി. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, വദാവൂദ് ഇത് ഹുക്മാന ഫിൽ ഹർസി ഇത് നഫശത് ഫീഹി ഗനമുൽ ഖൗമി വകുന്നാ ലഹുക്മിഹി ഷാഹിദീൻ. അപ്പൊ അത് പിന്നെ ആദ്യം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിധിച്ചെന്ന് വെച്ചാൽ ആ ഒരാട് ഈ ആൾക്ക് കൊടുക്കണം, കൃഷിക്കാരന് കൊടുക്കണം, തോനാടുള്ള ആൾക്ക് കൊടുക്കണം. പക്ഷെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ആടിന് കൊടുക്കാം, പക്ഷേ ഈ സമയത്ത് എന്ത് ചെയ്യണം, ആ നാശം വന്ന കൃഷി അയാൾ കൃഷി ചെയ്ത് ഉണ്ടാക്കി കൊടുക്കണം. ആ കൃഷി ഉണ്ടാക്കി കൊടുത്ത് വെക്കുന്ന സമയം വരെ ഈ ആടിനെ അയാൾക്ക് വെക്കാം, അതിന്റെ പാടും കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ആ കൃഷി പഴയപടി എപ്പോഴാണ് ആകുന്നത് അപ്പോഴാണ് ആടിനെ തിരിച്ച് കൊടുക്കണം. ഇതാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ വിധി. അപ്പം അത് അംഗീകരിച്ചു. ഇനി തഫ്സീറിലൊക്കെ വേറെ ചില സംഭവങ്ങൾ കൂടി കാണാം. ഇമാം മുസ്ലിം പിന്നെ ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൊടുത്തൊരു സംഭവം കൂടി ഉണ്ട്. 1-2 സംഭവങ്ങൾ തഫ്സീറിൽ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അതായത് ദാവൂദ് നബിയുടെ വിധിയും അത് പിന്നീട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിധി തിരുത്തി കൊടുക്കണവുമായിട്ടുള്ള സംഭവങ്ങൾ. 2 നിങ്ങൾ കേട്ട സംഭവമായിരിക്കും. 2 സ്ത്രീകൾ, ബനൂ ഇസ്രായേലിന്റെ സംഭവമാണ്. 2 സ്ത്രീകൾ അവരുടെ പിന്നെ 2 കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു ചെന്നായ വന്നൊരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ പിന്നെ പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഒരു കുട്ടി നഷ്ടപ്പെട്ടു, മറ്റേ കുട്ടി ബാക്കിയായി. അപ്പൊ 2 സ്ത്രീകൾ തമ്മിൽ കച്ചറ, ഇത് എൻ്റെ കുട്ടിയാണ് എൻ്റെ കുട്ടിയാണ് പറഞ്ഞിട്ട്. അവസാനം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് പിന്നെ വിധി വന്നു. അപ്പോൾ ഇതിൽ മൂത്ത സ്ത്രീ ഉണ്ട്, ഒരു മുതിർന്ന സ്ത്രീ ഉണ്ട്, ഒരു ചെറിയ സ്ത്രീ ഉണ്ട്. അപ്പൊ മുതിർന്ന സ്ത്രീക്ക് അനുകൂലമായിക്കൊണ്ട് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിധിച്ചു. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ 2 പേരെയും കാണുകയാണ്. അവർ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയോട് വിവരം പറഞ്ഞു. ഹദീസിലുള്ള സംഭവം വിവരം പറഞ്ഞു. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിൽ വേറൊരു വിധിയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഒരു കത്തി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. കത്തി കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞിനെ 2 കഷ്ണമാക്കാൻ വേണ്ടി പറഞ്ഞു. 2 കുഞ്ഞിന് തർക്കിക്കണ്ട, 2 കഷ്ണമാക്കാൻ. അപ്പോൾ ചെറിയ ആള് പറഞ്ഞു ഞാൻ തർക്കിക്കാനില്ല, അത് വലിയ ആളുടെ കുട്ടി തന്നെയാണ്, നിങ്ങൾ അവർക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നിങ്ങളാണ് ഈ കുഞ്ഞിന്റെ യഥാർത്ഥ മാതാവ്. കാരണം എന്താ, കുട്ടിയെ കൊല്ലാൻ നിങ്ങൾക്ക് മൂത്ത ആൾക്കെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ കുട്ടിയെ കിട്ടിയ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് 2 കഷ്ണമായാലും കുഴപ്പമില്ല എന്നുള്ളിടത്താണുള്ളത്. പക്ഷെ യഥാർത്ഥ ഉമ്മാക്ക് ഒരു സ്നേഹം ഉണ്ടാവുള്ളൂ, അത് പരീക്ഷിക്കുകയായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ കുഞ്ഞ് നിങ്ങളുടേതല്ല ഇവരുടേതാണ് എന്ന് വിധിച്ച സന്ദർഭമുണ്ടായി. ഇതുപോലെ തഫ്സീർ ഇബ്നു കസീറിലൊക്കെ ഉദ്ധരിച്ച വേറെ സംഭവം, ഇബ്നു അസാക്കിർ അദ്ദേഹത്തിന്റെ താരിഖിൽ കൊടുത്ത വേറെ സംഭവമുണ്ട്. അതായത് ബനൂ ഇസ്രായേലിൽ ഒരു സുന്ദരിയായ സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അവിടുത്തെ പിന്നെ 4 ഗോത്രത്തിലെ ആളുകൾ, ഗോത്രത്തലവന്മാർ ഈ സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ഈ സ്ത്രീ ഒരിക്കലും അവരെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ ഇവർ 4 ആളും കൂടി 4 കാമുകന്മാരും കൂടി ഒത്തിട്ട് എന്ത് ചെയ്തു, ഈ സ്ത്രീക്കെതിരെ ഒരു വ്യഭിചാര ആരോപണം നടത്താൻ. അതായത് ഈ സ്ത്രീ ഒരു പിന്നെ നായെ വ്യഭിചരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നായ ഭർത്താവായി സ്വീകരിച്ചു, അല്ലെങ്കിൽ പിന്നെ ഒരു കൽബ് എന്നാണ് റിവായത്തിലുള്ളത്. ആ പിന്നെ കൽബുമായി കൊണ്ട് ബന്ധപ്പെടാറുണ്ട്, അതവർ പതിവാക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അഥവാ മൃഗഭോഗം നടത്താറുണ്ട് എന്ന് പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു. അപ്പോൾ പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കൽപ്പിച്ചു. അന്ന് വൈകുന്നേരം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സുണ്ട്. രാജാക്കന്മാർ അവരുടെ സദസ്സുകൾ പരാതികൾ കേൾക്കുമല്ലോ. ഇതുപോലെ പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സദസ്സിലും ഇതേപോലെ സമാനമായ സംഭവം നടന്നു. അതായത് ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇതേപോലെ അവര് പിന്നെ മറ്റൊരു മൃഗവുമായി കൊണ്ട് ബന്ധപ്പെടുന്നു. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചോദിച്ചാൽ ഈ 4 ആളുകളും വിളിച്ചു വരുത്തി. 4 ആളുകൾ ഒരു ചട്ടം കെട്ടി വന്നതാണ് ഒരു സ്ത്രീക്ക് അവരെ പരാതി പറയാൻ വേണ്ടി. ഈ 4 ആളുകളെയും വിളിച്ചു വരുത്തി.
എന്നിട്ട് ഒറ്റക്കൊറ്റക്ക് വിചാരണ ചെയ്തു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒറ്റക്കൊറ്റക്ക് വിചാരണ ചെയ്തു. ഒരാൾ ചോദിച്ചു, നിങ്ങൾ പറയുന്ന ആ നായയുടെ കളർ എന്താണ്? ഒരാൾ പറഞ്ഞത് അത് കറുപ്പാണ്, വേറെ ആളുകൾ പറഞ്ഞത് ചുവപ്പാണ്, വേറെ ആൾ പറഞ്ഞു വേറെ കളറാണ്. അപ്പൊ നാലാൾ 4 കളറാണ് പറഞ്ഞത്. അപ്പൊ സുലൈമാൻ നബി സ്വലാത്തു വസ്സലാം മനസ്സിലായി ഇത് കളവാണ്. ഇത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണുകയും ആദ്യത്തെ ടീമിനെ വിളിക്കുകയും ചെയ്തു. ഇതേപോലെ അവര് 4 ആളെ വേർതിരിച്ച് വിചാരണ നടത്തിയപ്പോൾ 4 കോലത്തിലാണ് പറഞ്ഞത്. ഇതും ചില തഫ്സീറിലൊക്കെ കാണാൻ കഴിയും. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്കുള്ള സുലൈമാൻ, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ഇല്ലാത്ത ചില മികവുകൾ അറിവിൽ വിഷയത്തിൽ മകനൊന്നിട്ടുണ്ട്. വാപ്പാക്കില്ലാത്ത ചില അറിവുകൾ മകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. എന്നാൽ ലുക്മാനോ ഉസ്താദ് പറഞ്ഞു ഉണ്ടാവാനും എനിക്കറിയാം. ഇത് 2 പ്രവാചകന്മാരല്ലേ, ലുക്മാൻ പ്രവാചകനല്ലല്ലോ. എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. നമുക്ക് ആദ്യം ഉണ്ടാകാണ്ടിരിക്കാം. പക്ഷെ സുലൈമാൻ നബിയും ദാവൂദ് നബിയും പ്രവാചകന്മാരാണ്. ലുക്മാൻ ഒരിക്കലും പ്രവാചകനല്ല. അദ്ദേഹം ഒരു തത്വജ്ഞാനിയാണ്, ഹക്കീമാണ്. പ്രവാചകനാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പ്രവാചകന്മാർക്ക് പ്രവാചകന്മാരില്ലാത്ത ഉസ്താദന്മാരുണ്ടാകുന്നതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദലീല് വേണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് പോയി. പക്ഷെ ഖദർ നബി പ്രവാചകനാണ്, ഒരു നബിയാണ്. ഈ അദ്ദേഹം പ്രവാചകനാണെന്നുള്ള അല്ല എന്നുള്ളതാണ് റാജിഹായ ഖൗല്. അള്ളാഹു, ഞാൻ എൻ്റെ തഫ്സീർ നോക്കിയിട്ടില്ല. ഏതായാലും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ അറിയാം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടിയ വേദഗ്രന്ഥമാണിത്. സബൂർ, അതാണ് ഞാൻ ശേഷം പറയാൻ പോണത്. ഇനി വസഖർനാ മഅ ദാവൂദൽ ജിബാല യുസബ്ബിഹുന വത്തയർ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത നിഅമത്തുകൾ പറയാൻ. വസഖർനാ മഅ ദാവൂദൽ ജിബാൽ, പർവ്വതങ്ങളെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം കീഴ്പ്പെടുത്തി കൊടുത്തു. എങ്ങനെ അറിയാം? യുസബ്ബിഹുന, പർവ്വതങ്ങൾ തസ്ബീഹ് ചെല്ലുന്നവരായിട്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് ഷജറാണ്, അതാണ് വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർളി. അതുപോലെ തന്നെ ആകാശങ്ങളിലും ഭൂമിയിലും മരങ്ങളും അതുപോലെ തന്നെ കല്ലുകളും ഒക്കെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല കല്ലുകൾക്കൊക്കെ ഇദ്റാഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിഞ്ഞിരുന്നല്ലോ കല്ലുകൾ. പ്രവാചകൻ കല്ലുകൾ സലാം പറഞ്ഞിരുന്നു. മാത്രമല്ല ഹജറുൽ അസ്വദിനെ പറ്റി ഹദീസിൽ കാണാം. ഹജറുൽ അസ്വദിന് പരലോകത്ത് വരുമ്പോൾ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കും. എന്നിട്ട് ആ ഹജറുൽ അസ്വദിന് മുത്തിയ ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ആ ഹജറുൽ അസ്വദ് സാക്ഷി പറയും എന്നൊക്കെ ഹദീസിലുണ്ട്. അപ്പൊ ഇവിടെ പർവ്വതങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാര് കേൾക്കുന്നു? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കും. അഥവാ പർവ്വതങ്ങൾ തസ്ബീഹ് ചെല്ലുന്നത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കും. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനാണ്. നമുക്കറിയാം അള്ളാഹുവിന്റെ ഒരുപാട് നിഅമത്തുകൾ കിട്ടിയ ആളാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലുസ് സിയാമു ദാവൂദ്, ഏറ്റവും നല്ല നോമ്പ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പാണ്. യസൂമു യൗമൻ വയഫ്തിറു യൗമൻ, ഒരു ദിവസം നോമ്പ് നിൽക്കും, മറ്റേ ദിവസം നോമ്പ് ഒഴിവാക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു രാജാവാണ്, ഒരു മലിക്കാണ്, ഒരു ഭരണാധികാരിയാണ്. എന്ന് പറഞ്ഞാൽ അന്ന് ആ കാലഘട്ടത്തിൽ ലഭ്യമാകുന്ന ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും നല്ല അവസ്ഥയിലും ഭക്ഷിക്കാൻ കിട്ടുന്നൊരു പ്രവാചകനാണ് ആര്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ടും അവർ അള്ളാഹുവിനെ മറന്നിട്ടില്ല. ഒരു ദിവസം വിട്ടുവിട്ട് എന്ത് ചെയ്യാണ്?
നോമ്പ് വെക്കണം, സുന്നത്ത് നോമ്പ് വെക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു പ്രവാചകനാണ്, അതോടൊപ്പം തന്നെ ഒരു രാജാവാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കുന്നതിൻ്റെ ഒരു നന്മ കൂടി തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമി നന്മ കൊടുക്കും. അള്ളാഹുവിലേക്ക് എത്രമാത്രം നമ്മൾ അടുക്കും തോറും ഭൂമിയിലും അതിൻ്റെ നിഅമത്തുകൾ അള്ളാഹ് നമുക്ക് നൽകും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതായത് പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ദുനിയാവിലും കുറച്ചൊക്കെ അതിൻ്റെ നേട്ടം എന്ന് എന്ത് ചെയ്യും തരും. പരലോകത്തേതായാലും ഉണ്ടാവും, പരലോകത്തേതായാലും ഉണ്ടാവും, പക്ഷെ ദുനിയാവിലും അല്ല കൊടുക്കും. അത് പരലോകത്തിന്റെ എക്സ്ട്രാ, പരലോകത്ത് കിട്ടുന്നതിന്റെ എക്സ്ട്രാ കിട്ടുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നോക്കി, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇനി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറയുന്നുണ്ട്. അതുപോലത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അധികാരം കൊടുത്തല്ലോ, വവജദക ആയിലൻ ഫഅഗ്ന, നീ അത് ദരിദ്രനായിരുന്നു, പിന്നെ നാം എന്ത് ചെയ്തു, താങ്കളെ ധനികനാക്കി മാറ്റി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമ്പോൾ മിസ്കീനായിട്ട് മരിച്ചതെങ്കിലും പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ചൊക്കെ പട്ടിണികളൊക്കെ ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിസ്കീനായി ജീവിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ്. അല്ലാഹുമ്മ ഹയ്യിനി മിസ്കീനും വഅമിത്നി മിസ്കീനും എന്ന് റസൂൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞ ചുരുക്കം എന്താ വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് പേടിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചില സൗകര്യങ്ങൾ കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്കീനായിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയും അങ്ങനെ തന്നെ ജീവിക്കുകയും ചെയ്താണ്. അത് വിചാരിച്ചാൽ നമ്മൾ മിസ്കീനാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണമെന്നില്ല. എന്നോടൊരാള് ഒരിക്കൽ പറഞ്ഞു, ഞാൻ എന്നെ മിസ്കീനാക്കണേ എന്ന് അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നത് പ്രാർത്ഥിക്കണ്ടില്ലേന്. കാരണം എന്താ വെച്ചാൽ അള്ളാഹ് പ്രാർത്ഥന സ്വീകരിച്ചു. മിസ്കീനായി ജീവിക്കുന്നവർ വെറുതെ പ്രാർത്ഥിച്ചത് കാര്യമില്ല, പ്രാർത്ഥിക്കാനനുസരിച്ച് ഈമാനും തഖ്വയും വേണം. പിന്നെ അത് തോന്നി എനിക്കിപ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല പലപ്പോഴും, എനിക്കങ്ങനെ പ്രാർത്ഥിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു സംഗതി പ്രാർത്ഥിക്കുമ്പോൾ നല്ലോണം ആലോചിച്ച് പ്രാർത്ഥിക്കണം, മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ച് ജീവിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതേ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട ഒരുപാട് ധനികന്മാരുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല ധനികനായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റസൂലുള്ളാഹിന്റെ മരുമകൻ നല്ല ധനികനായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്വന്തം ചെലവിൽ യുദ്ധം വരെ നടന്നിട്ടുണ്ട്. ഒരു യുദ്ധത്തിന് ചെലവ് എത്ര വരെയൊക്കെ 1000 ആള് പങ്കെടുക്കുകയാണെങ്കിൽ 1000 ആൾക്കുള്ള ആയുധങ്ങൾ, ഭക്ഷണം, അവിടെ മൃഗങ്ങൾക്കുള്ള ഭക്ഷണം, അതുപോലെ തന്നെ ചെലവുകൾ, വലിയ സാമ്പത്തിക ചെലവുണ്ടാവും ആ കാലഘട്ടത്തിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആഗ്രഹിച്ചു. പക്ഷെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നിഅമത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ അള്ളാഹു എത്രമാത്രം അള്ളാഹുലേക്ക് ഒരു മനുഷ്യൻ അടുക്കുന്നുവോ അത്രയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായും ചില നിയമത്തുകൾ കൊടുക്കും. ശരി, ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ സമൂഹത്തിന് ട്രെൻഡ് എന്താ വെച്ചാൽ, അച്ഛനെ താടിയും വെച്ച് മൂലയിലേ നടന്നോ എന്ന് പറഞ്ഞാൽ അറബി കോളേജിൽ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചും അല്ലെങ്കിൽ വേറെയുള്ള ആളോട് ഒജിപ്പ് ഒരു മൂല്യാരിയും നടന്നു. മറ്റുള്ളവർക്ക് എൻ്റെ പിള്ളേർക്ക് അതോടിച്ച് ഇതോടിച്ച് ഓൻ അങ്ങനായി ഇങ്ങനായി ഇജിങ്ങനെ അതായിട്ട് നടന്നു, ഇജ് വലിയ മൂല്യാരിയും നടന്നു. ദീനനുസരിച്ച് ജീവിക്കുന്ന ആളോട് സമൂഹത്തിന്റെ ഒരു ദീനുണ്ടായാൽ ഓന് ദുനിയാവ് കിട്ടൂല എന്നുള്ള ഒരു തനിച്ച പൈശാചിക അന്ധവിശ്വാസം. അത് പിശാച് ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രോപ്പഗണ്ടയാണ്. അള്ളാന്റെ ഖുർആൻ ശരിക്കും പരിശോധിച്ച് നോക്കി കാണാം, ശരിക്ക് ദീനുള്ളവർക്ക് എന്തുണ്ടാവുള്ളൂ? ദുനിയാവും ആഖിറവും ഉണ്ടാവുള്ളൂ, ഉറപ്പാണ്. അത് നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കിക്കൊള്ളു. ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവർക്കാണ് ശരിക്ക് ദുനിയാവും ഉണ്ടാവുള്ളൂ, ആഖിറവും ഉണ്ടാവുള്ളൂ. ദീനില്ലാത്തവർക്ക് ശരിക്ക് ദുനിയാവും ഉണ്ടാവില്ല, ആഖിറും. അതാണ് ശരി. ഇപ്പൊ ഞാൻ ഉദാഹരണം വിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കബൂത്തിന് ഉദാഹരണം പറഞ്ഞില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് അങ്കബൂത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയാൻ, വആതൈനാഹു അജ്റഹു ഫിദ്ദുനിയ. ഇബ്രാഹിം നബിനെ പറ്റി അല്ലാഹു പറഞ്ഞു, വആതൈനാഹു അജ്റഹു ഫിദ്ദുനിയ.
പിന്നെ പറഞ്ഞെന്താ അറിയാം, വഇന്നഹു ഫിൽ ആഖിറത്തി ലമിന സ്വാലിഹീൻ. പരലോകത്ത് അദ്ദേഹം സ്വാലിഹുകൾ, പരലോകത്തിന് ഒരു നഷ്ടം അദ്ദേഹത്തിന് വരാനില്ല. പക്ഷെ ദുനിയാവിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം ഒരുപാട് നന്മകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതിഫലം ദുനിയാവിൽ നാം കൊടുത്തിട്ടുണ്ട്. അതിന് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരികൾ പറഞ്ഞെന്താ അറിയാമെങ്കിൽ, ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയിലേക്ക് പറയാൻ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ദുനിയാവിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക, എത്രമാത്രം വലിയ പീഡനങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ തഫ്സീറിൽ കാണാം, അദ്ദേഹത്തിന് ഒന്നെന്താ വെച്ചാൽ അദ്ദേഹത്തിന് നല്ല വീട്, അതുപോലെ തന്നെ നല്ല ഭാര്യ, നല്ല സന്താനങ്ങൾ, അതുപോലെ തന്നെ പിന്നെ നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതൊക്കെ തഫ്സീറിൽ കാണാം. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ദുനിയാവിൽ കിട്ടേണ്ട എല്ലാ സംഗതികളും ആർക്ക് കിട്ടിയിട്ടുണ്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കിട്ടി. ഇവിടെ അദ്ദേഹത്തിന് ദീനുമില്ല കുറഞ്ഞോ? കുറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോ പിന്നെ ഞാൻ പറയാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ റസൂലുള്ളാഹിന്റെ സഹാബത്ത്, ഇമാം നസഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നസഈനെ സംബന്ധിച്ച് ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന് പിന്നെ 4 ഭാര്യമാരുണ്ടായിരുന്നു. മാത്രമല്ല എല്ലാ അദ്ദേഹത്തിന് ഭക്ഷിക്കാൻ വേണ്ടി മാത്രം പ്രത്യേകം കോഴികളെ വളർത്തിയിരുന്നു എന്നാണ്, മനസ്സിലായോ? പക്ഷെ ആ ഇമാം നസഈ കോഴി നിന്ന് ഉത്തരുന്നത് മാത്രമല്ല, ദീനിന് സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ മുസ്ലിം സമുദായത്തിന് ഇന്നും ഉപകാരപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ദീന് ഉള്ള ആളുകൾക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കും, ഇൻഷാ അല്ലാഹ് പരലോകം കൊടുക്കും. ഇനി ഒരാൾക്ക് ദുനിയാവ് കിട്ടിയില്ല എന്നൊട്ടിക്കൊള്ളു, എല്ലാവർക്കും പേടിക്കാണ്ടാവും, പേടിക്കാനുള്ളൂ. അതേ സമയത്ത് ദുനിയാവും ദീനില്ലാത്തവനാണെങ്കിലും ഓൻ നിസ്കരിക്കാനും നേരില്ല, മറ്റാനും നേരില്ല, പള്ളിയിൽ പോകാനും നേരില്ല, ക്ലാസ് പങ്കെടുക്കാൻ നേരം പാച്ചിൽ തന്നെ പാച്ചിൽ. എന്താ കിട്ടുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ മൻകാന ഹമ്മുഹു അദ്ദുനിയ, ഒരു മനുഷ്യന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവന്റെ അംബിഷന്റെ ഒരു ലക്ഷ്യം ഉണ്ടല്ലോ, ആ ലക്ഷ്യം ദുനിയാവായി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓന്റെ പരിശ്രമങ്ങൾ മുഴുവൻ ദുനിയാവിലേക്ക് അത് തിരിച്ചുവിടും. പക്ഷേ ദുനിയാവിൽ അള്ളാഹ് ഓനെ എഴുതി വെച്ചത് ഓന് കിട്ടുള്ളൂ. ഒരു മണി അരി ഏറെ കിട്ടൂല, ഒരു മുറുക്ക് വെള്ളം ഏറെ കിട്ടൂല, ഉറപ്പാണ്. അതേ സമയത്ത് ഒരു മനുഷ്യന്റെ ലക്ഷ്യം പരലോകമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ദുനിയാവ് അവന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുന്നു, വഹിയ റാഗിമത്തുൻ, അത് ഇങ്ങോട്ട് വരും. ദുനിയാവിനെ തേടിപ്പോണ്ട ആവശ്യമില്ല. ദുനിയാവ് ഒരു മനുഷ്യൻ ഓനിപ്പോൾ എന്തായാലും പരലോകം കിട്ടിയാൽ മതി എനിക്ക് എന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണെങ്കിൽ ആ ദുനിയാവ് അവന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും, ഒരു ദീന് ഉണ്ടാവും ചെയ്യും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖായ സംഭവം. അതിന് ഉദാഹരണങ്ങൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടിയ വേദഗ്രന്ഥമാണ് സബൂർ. സബൂർ എന്ന് പറഞ്ഞപ്പോൾ ഈ ബൈബിളൊക്കെ സങ്കീർത്തനം, അതൊരു ശരിക്കൊരു ഖുർആൻ പോലെ തന്നെ ശരിക്ക് പാരായണം ചെയ്താൽ നല്ല പിന്നെ സ്വരമാധുരി ഉള്ളതായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശബ്ദം. അതാണ് മിസ്മാർ ദാവൂദ്. അബൂ മുസ അശ്ശരിയോട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, വലഖദ് ഊതീത മിസ്മാർ ദാവൂദ്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശബ്ദ മാധുര്യം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. മിസ്മാർ എന്ന് പറഞ്ഞ നാട്ടിൽ മ്യൂസിക് കലാലാക്കാൻ നടക്കുന്ന ആൾക്കാർ, മിസ്മാർ എന്ന് പറഞ്ഞ മ്യൂസിക്കാണ്, അല്ലെ പിന്നെ ഹാർമോണിയാണ്. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് രാവിലെ എന്താ പണി? ഹാർമോണിയം ഇങ്ങനെ വായിക്കുക. അവിടെ മിസ്മാർ എന്ന് പറഞ്ഞാൽ ഹാർമോണിയം എന്നല്ല, ഹുസ്നുൽ സൗത്ത് എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദം. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശബ്ദവും നല്ല ശബ്ദമായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയ സബൂറുമാകട്ടെ ഖുർആൻ പോലെ തന്നെ. ഇപ്പൊ ഖുർആൻ ഓതിയ നല്ല രസമാണ്, നല്ല കാര്യങ്ങൾ ഓതിയാൽ എത്ര കേട്ടുക്കുമല്ലോ. അതുപോലെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇദ്ദേഹം തന്റെ സബൂർ വായിക്കുന്നത് പക്ഷികളും പർവ്വതങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ കേട്ടു നിൽക്കും. എന്നിട്ട് അവരും അത് ഏറ്റു പറയുന്നു. അതാണ് യുസബ്ബിഹ്ന വത്തയ്യിർ. ആ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഈ സബൂർ വായിക്കുമ്പോൾ അതിൻ്റെ കൂടെ പർവ്വതങ്ങളും അതിൽ ലയിക്കുകയും അവരുടെ ഈ തസ്ബീഹുകളും ആര് കേൾക്കുന്നുണ്ട്? സുലൈമാൻ നബി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കേൾക്കുന്നുണ്ട്. അപ്പൊ പർവ്വതങ്ങളുടെ ശബ്ദം അത് അദ്ദേഹത്തിന്. ഇനി മാത്രമല്ല, അദ്ദേഹം
ചില തഫ്സീർ കാണാം, അദ്ദേഹം അത് വായിച്ചു നിർത്തുമ്പോൾ പർവ്വതങ്ങൾ തുടങ്ങും, ഇദ്ദേഹം ഓതുമ്പോൾ പർവ്വതങ്ങൾ കേൾക്കും. ഇങ്ങനെയായിരുന്നു. അപ്പൊ ഇതൊക്കെ സംഭവിക്കുക ചിലപ്പോൾ ഈ മലയും കല്ലും ഒക്കെ ഇപ്പൊ ഇതൊക്കെ പിന്നെ അള്ളാഹിനെ സ്തുതിക്കണം. അള്ള പറഞ്ഞത് അള്ളാഹിന്റെ സൃഷ്ടികൾ അള്ളാഹിനെ സ്തുതിക്കാക്കോ? മനുഷ്യന്മാരിൽ ഈ നന്ദി കെട്ട വർഗമുള്ളൂ. അള്ളാഹുവിന്റെ എല്ലാ പടപ്പുകളും അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത്തത്തിസ്സമ, ആകാശം കനം തൂങ്ങാറായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 4 വിരല് വെക്കാനുള്ള സ്ഥലം ആകാശത്തില്ല എന്ന്. 4 വിരല് വെക്കാനുള്ള സ്ഥലം ആകാശത്തില്ല. ഇല്ലാ വഹുനാക മലക്കും സാജ്, അവിടെ ഒരു മലക്ക് സുജൂദിൽ വീണിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളൊന്നുമില്ല ഇപ്പോൾ എന്തായിക്കാരോ നമ്മളില്ലെങ്കിൽ നമ്മളില്ല എന്നുണ്ടുള്ളൂ. ഇവിടെ അള്ളാഹുവിനോ അവന്റെ ദീനിനോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്കൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകില്ല. നമ്മൾ നന്നായാൽ നമുക്ക് കിട്ടി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നന്നായാൽ നമുക്ക് കിട്ടി. നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് കിട്ടും, നമ്മൾ മുമ്പോറ്റാൽ നമുക്ക് കിട്ടും. നമ്മൾ നിസ്കരിച്ചില്ല, നമ്മൾ മുമ്പോറ്റില്ല, നമ്മൾ കേടുന്നാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം കോടാനുകോടി പടപ്പുകൾ അള്ളാഹിനെ തസ്ബീഹ് ചെയ്യാനും അള്ളാഹിനെ സ്തുതിക്കാനും അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാനും വേണ്ടി ഇവിടെ അള്ളാഹ് പഠിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യാം. അതാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭൗതികമായ എല്ലാ സുഖ സൗകര്യങ്ങൾക്കിടയിലും ഒരിക്കലും അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മറന്നിട്ടില്ല. അപ്പൊ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത വലിയൊരു നിഅമത്തായിരുന്നു അത്. ഇനി വത്തയർ, പക്ഷികളെയും അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിന്റെ പല ആവശ്യങ്ങൾക്ക് പക്ഷികളെ പറഞ്ഞേക്കും. അതുപോലെ തന്നെ പിന്നെ പക്ഷികളുമായി കൊണ്ട് സംസാരിക്കും. പക്ഷികളുടെ സംസാരങ്ങൾ കേൾക്കാനുള്ള കഴിവ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുണ്ട്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുണ്ട്. പക്ഷികൾ മനുഷ്യന്മാരുമായി കൊണ്ട് സംവദിക്കുന്നവർ സൂറത്തുൽ നംലിലുണ്ടല്ലോ. പിന്നെ ബൽക്കിസ്റാഖിന്റെ കൊട്ടാരത്തെ പറ്റി ഒരു ഹുദ്ഹുദ് പക്ഷിയാണല്ലോ എന്ന് പറഞ്ഞു കൊടുത്തത്. ആ പക്ഷികളുമായി കൊണ്ട് സംസാരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് മനസ്സിലാകാത്ത അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് സംഗതികൾ എന്തുണ്ട് ഇവിടെ അള്ളാഹ് സംവിധാനിച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാകില്ല എന്ന് വിചാരിച്ച് നമ്മൾ നിഷേധിക്കാനോ തള്ളിക്കളയാനോ പോകാൻ പാടില്ല. ഇപ്പൊ ഖുർആൻ പറയാണ് പക്ഷികളെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി. പക്ഷികളെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർ പിന്നെ പ്രാവിനെ കൂട്ടിയിട്ട് ഇങ്ങനെ പറത്തണം, അതല്ല ഉദ്ദേശം. മനസ്സിലായില്ലേ? അത് ആ കീഴ്പ്പെടുത്തലല്ലേ, നേരെ മറിച്ച് പക്ഷികളുമായി കൊണ്ട് സംവദിക്കുക. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൈന്യത്തിൽ നോക്കിയപ്പോൾ ഒരു പക്ഷിയൊക്കെ பார்த்தா ഫഖദ തയ്ർ എന്ന് പറഞ്ഞല്ലോ. ചോദിച്ചു എവിടെയെന്ന്. അപ്പൊ ഞാൻ എന്റെ പിന്നെ മീൻ സബൈൻ ബി നബൈൻ യഖീൻ, സബയിൽ നിന്ന് ഒരു യഖീനായ വാർത്തയും കൊണ്ടുവന്നതാണ്. അപ്പൊ സുലൈമാൻ നബി എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു സത്യമാണ് നോക്കണം, നെയ്യും കത്തവിടെ കൊണ്ടിടും. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്നത്തെ സമസ്തക്കാർ ഔലിയാക്കന്മാരെ പോലെ ഇവിടുന്ന് നോക്കി അവിടെ കാണുന്ന ആളല്ല, അള്ളാഹ് വഹി കൊടുത്താലേ കാണുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ കത്ത് കൊണ്ടിടാൻ പറഞ്ഞു, അങ്ങനെ കത്ത് കൊണ്ടിട്ടു, അതിന് മറുപടിയും കൊണ്ടുവന്നു. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ആരും മനസ്സിലാക്കാത്ത കാര്യങ്ങളൊന്നും ശരിയല്ല എന്നതല്ല എൻ്റെ അർത്ഥം. അള്ളാഹു ദുനിയാവിൽ പല സംഗതികളും ഇതുപോലെ നമുക്ക് മനസ്സിലാകാത്തതും എന്നാൽ നമുക്ക് ദൃഷ്ടാന്തമായതുമായിട്ടുള്ള ചില സംഗതികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിരുന്നു. വകുന്ന ഫാഇലിയും, നാം അതെല്ലാം ചെയ്യുന്നവനാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം പർവ്വതങ്ങളെ കീഴ്പ്പെടുത്തി കൊടുക്കുക, പിന്നെ പക്ഷികളെ കീഴ്പ്പെടുത്തി കൊടുക്കുക, ഇതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള സംഗതിയല്ല. ഇത് മാത്രമല്ല, വഅല്ലംനാഹു സൻഅത ലബൂസിൻ. ഇനി പിന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള മറ്റൊരു സംഭവത്തിച്ചാൽ പിന്നെ ഇരുമ്പിന്റെ സംഗതികൾ അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുത്തു. ഇപ്പൊ നമ്മൾ ഒരു ഇരുമ്പ് കൊണ്ടൊരു ആയുധം ഉണ്ടാക്കണമെങ്കിൽ നമുക്കതിന് ആയുധങ്ങൾ വേണം, നമുക്കത് ചൂടാക്കണം, അതുപോലെ തന്നെ പിന്നെ നമ്മൾ അത് ആ ഷേപ്പിലാക്കണം. പക്ഷെ സുലൈമാൻ നബി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആവശ്യമില്ല. ആ ഇരുമ്പെടുത്തിന് വളച്ചാണ് വളയും. ഇപ്പൊ നമ്മളിപ്പോ ഒരു വീടുണ്ടാക്കണമെങ്കിൽ പിന്നെ കമ്പി വളക്കണമെങ്കിൽ ഇപ്പൊ APCBക്കൊക്കെ നല്ല അറിയാം, കമ്പി വളക്കാണല്ലേ. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിപ്പോ കമ്പിയാണെങ്കിൽ ദാവൂദ് നബി പിടിച്ചിന് വളച്ചാൽ വളയും, എത്ര വലിയ കമ്പിയാണെങ്കിൽ. മനസ്സിലായില്ലേ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൊടുത്തൊരു കഴിവാണ്. കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞാൽ അതൊരു മുഅ്ജിസത്താണ്, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ ആ കഴിവ് ആ നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്
കൊടുത്തിട്ടുള്ളതാണ്. അതിന് അത് ഇരുമ്പിന്റെ പെരുങ്കൊല്ലൻ എന്ന് പറഞ്ഞപ്പോൾ കമ്പിപ്പണി എടുക്കുന്നവർക്ക് പെരുങ്കൊല്ലനാവോ? അതിപ്പോ എന്താ വെച്ചാല് പിന്നെ അങ്ങനെ കുറെ പെരുങ്കൊല്ലന്മാർ നമ്മളെ ഓട്ടത്തിലുണ്ടെന്നാല് അതിപ്പോ എന്താ വെച്ചാല് പിന്നെ ആ ജോലിയാണ്. അതായത് പിന്നെ എല്ലാ പ്രവാചകന്മാരും ഹദീസിൽ കാണാം, എല്ലാ പ്രവാചകന്മാരും അധ്വാനിച്ച് ജീവിച്ചവരാണ്. ജനങ്ങളുടെ ഔദാര്യത്തിന് ആരും എന്ത് ചെയ്തിട്ടില്ല, കാത്തു നിന്നിട്ടില്ല. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിടനായിരുന്നു. ആടിനെ വാങ്ങും, എന്നിട്ട് വിൽക്കും, ആടിനെ നോക്കും. അതാ റസൂലുള്ളാഹിന്റെ വരുമാനം ഉണ്ടായിരുന്നത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരിയായി പിന്നെ അതിൽ ശുഗലുണ്ടാകുമ്പോൾ ബൈത്തുൽ മാലിനുള്ള പിന്നെ വേറെ ജോലിക്കോ, ഇപ്പൊ നമ്മളെ മുഖ്യമന്ത്രിക്ക് വേറെ ജോലിക്കോ പറ്റുമോ? അതിപ്പോ അതുണ്ടാകുമ്പോ എന്താ വെച്ചാല് അവരുടെ ജോലി ഏതാണ്? രാജ്യം ഭരിക്കുക എന്നുള്ളതാണ് ഒരു ജോലി. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളമാണ് റസൂലുള്ളാഹി സ്വീകരിച്ചിട്ട്. അത് ഖലീഫമാർക്കുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. അതിന് എത്ര പൈസക്കാരാണ് ജോലി എടുത്ത ജോലിക്ക് എന്ത് ചെയ്യാം, ശമ്പളം വാങ്ങാം. പക്ഷെ അധ്വാനിച്ചിട്ടാണ് ആര് ജീവിച്ചിട്ടുള്ളത്? പ്രവാചകമായി ജീവിതം. അല്ലാതെ ഇന്ന് ചില ആൾക്കാർ വെച്ചാൽ നമ്മൾ ആ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ ഈ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അധ്വാനിക്കാതെ ജീവിക്കണ ഏർപ്പാട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരമ്പര്യത്തിൽ. അതുകൊണ്ടാണ് ഇവിടെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലപ്പണിക്കാരനായിരുന്നു എന്ന് പറഞ്ഞ് ഇരുമ്പ് ഇതിന് വളരെ അനായാസം എന്ത് ചെയ്യും, പിന്നെ ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നു. ഇതിന്റെ തഫ്സീറിലെ കുറച്ച് അതായത് പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു വെച്ചാല് പിന്നെ ആ വടി മൂസാ നബി ഉദ്ദേശിക്കുമ്പോ ഇട്ട പാമ്പാവില്ലല്ലോ. പക്ഷെ ഇത് പിന്നെ അതാണ് പിന്നെ അല്ലംനാഹു സൻഅത ലബൂസ് എന്നാണ്. ഇവിടെ അദ്ദേഹത്തിന് നാം പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇൽമാണത്. പക്ഷെ അദ്ദേഹം തൊട്ടാൽ എന്ത് ചെയ്യും, അതങ്ങോട്ട് പിന്നെ ഞാൻ തഫ്സീറിന് ചില സംഗതികൾ പറയാം. അതായത് പിന്നെ മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പിന്നെ ഇത് കിട്ടിയിട്ടുള്ളത് ചില തഫ്സീറിൽ. പിന്നെ അതന്നെ, അതായത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു പിന്നെ സംഗതി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൈകൊണ്ട് തന്നെ എല്ലാം ശരിയാക്കുന്ന അവസ്ഥ. മാത്രമല്ല പണിയായുധങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ പിന്നെ യുദ്ധങ്ങൾക്ക് വേണ്ട പടച്ചട്ടകൾ ഉണ്ടാക്കും, പടയങ്കികൾ ഉണ്ടാക്കും, പടത്തൊപ്പികൾ ഉണ്ടാക്കും. ഇതൊക്കെയായിരുന്നു അദ്ദേഹം കൊടുത്തിരുന്ന പിന്നെ അതുപോലെ തന്നെ വാള് ഉണ്ടാക്കിയിരുന്ന അദ്ദേഹം. പിന്നെ ഇതൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ജോലി. പല തഫ്സീറിലും പലതും പിന്നെ കാണാം. അലന്നാലുൽ ഹദീദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ നമ്മളൊരു ഇരുമ്പ് വളക്കണമെങ്കിൽ അത് ചൂടാക്കി അതുപോലെ തന്നെ മറ്റു സംഗതികൾക്ക് അസ്ബാബുകളിലേക്ക് നമ്മൾ പോകണം. അസ്ബാബുകൾ ഇല്ലാതെ തന്നെ അത് ചെയ്യാനുള്ള ഒരു പ്രത്യേകമായ പിന്നെ കഴിവ് അദ്ദേഹത്തിന് അല്ലാഹു കൊടുത്തു. അത് അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ മുഅ്ജിസത്തിന്റെ ഭാഗമായി കൊണ്ട് കിട്ടിയ ഒരു കാര്യമാണ്. ഇനി എന്തിനാണ് പിന്നെ ഈ ഇരുമ്പിന്റെ കഴിവുകൾ അദ്ദേഹത്തിന് കൊടുത്തതെന്ന് വെച്ചാല് ലിതുഹ്സിനക്കും മിൻ ബഅസിക്കും, നിറ പടച്ചട്ടുകളും പിന്നെ ഇരുമ്പ് മനുഷ്യന് ഏറെ ആവശ്യമുള്ളൊരു പിന്നെ ലോഹാണല്ലോ. കാരണം ഇരുമ്പ് കൊണ്ടാണ് അവന്റെ വാളുണ്ടാക്കല്, അതുപോലെ തന്നെ അവന്റെ പടച്ചട്ടുണ്ടാക്കല്, അവന്റെ ആവശ്യമായിട്ടുള്ള എല്ലാ പിന്നെ കാരണം രാജാവാണല്ലോ. രാജാവാകുമ്പോൾ എന്തൊരു സൈന്യം ഉണ്ടാവും. ആ സൈന്യത്തിന് ആവശ്യമായ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഒരു രാജാവ് ഉണ്ടാക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗം അതാണ് തുഹ്സിനക്കും മിൻ ബഅസിക്കും, നിങ്ങളുടെ ആപത്തുകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ആയുധങ്ങളടക്കമുള്ള സംഗതികൾ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നാം അത് പഠിപ്പിച്ചു കൊടുത്തു. അഥവാ പിന്നെ പടച്ചട്ടകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ട് പിന്നെ ഇതുണ്ടാക്കുന്ന രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പിന്നെ പ്രധാനമായിക്കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയത് പടയങ്കിയാണ്. അതാണ് സനഅത്ത് ലബൂസ് എന്ന് പറഞ്ഞത്. ലബൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധരിക്കുന്ന ആയുധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധരിക്കുന്ന ആയുധം ഏതാണ്? പടയങ്കിയാണ്. ആ പടയങ്കി അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. പടയങ്കി അദ്ദേഹം ഉണ്ടാക്കിയെന്ന് വെച്ചാല് പിന്നെ അദ്ദേഹത്തിന് കൈകൊണ്ട് തന്നെ വളച്ചിട്ട്
അദ്ദേഹം അത് ഉണ്ടാക്കിയിരുന്നു. അത് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് കൊടുത്തൊരു കഴിവാണ്. അപ്പോൾ ഓരോ പ്രവാചകന്മാർക്കും ഓരോ സംഗതികളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുക. എന്നിട്ട് അള്ളാഹു ചോദിക്കാറ് ഫഹൽ അൻതും ഷാക്കിറൂൻ, എന്നിട്ട് നിങ്ങൾ നന്ദിയുള്ളവരാണോ? അപ്പൊ ഇത്രയും വലിയ നിഅമത്തുകൾ കിട്ടി എന്നിട്ട് അവരൊക്കെ നന്ദി കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നന്ദി കാണിക്കുന്നവരാണോ? അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ നന്ദി കാണിച്ചിട്ടുണ്ട്. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നന്ദിയെ സംബന്ധിച്ചിടത്തോളം പറയാം. അപ്പൊ ഈ അനുഗ്രഹങ്ങളൊക്കെ സുലൈമാൻ നബി ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു രാജാവാണ്. നല്ല ബുദ്ധിയും ബുദ്ധിപൂർവതയുമുള്ള ഒരു മകനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ ഇതൊക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുമാണ് ഇത്ര വിപുലമായ രീതിയിലുള്ള കഴിവുകൾ അള്ളാഹു കൊടുത്തിട്ടുള്ളത്. ഇനി സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിന്നുകളെയും കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു, ശേഷം വരുന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിരന്തരമായി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ലോകത്ത് ഏത് പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടോ ആ പ്രവാചകന്മാർക്ക് ലഭിച്ചിരിക്കുന്ന മുഅ്ജിസത്തുകളുണ്ട്. ആ മുഅ്ജിസത്തുകളെല്ലാം കവച്ചു വെക്കുന്ന രീതിയിലുള്ള ചില സംഗതികൾ ആർക്ക് കിട്ടിയിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹാബത്തിനോ അനുയായികൾക്കോ ലഭിച്ചിട്ടുണ്ട്. അതിനിപ്പോ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒറ്റ ഉദാഹരണം പറയാം. മൂസാ നബി അലൈഹി സ്വലാം മുമ്പ് പറഞ്ഞിട്ട് നമുക്കറിയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു വലിയ സംഭവമായിരുന്നു, മുഅ്ജിസത്തായിരുന്നു. കടൽ പിളർത്തിയിട്ട് എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തിയല്ലോ. ഒരു വടിയടിച്ചപ്പോ കടൽ എന്ത് ചെയ്തു? രണ്ട് കഷ്ടമായി പെടുന്നല്ലോ. രണ്ട് കഷ്ടമായി പെടുന്ന അദ്ദേഹം അതിലൂടെ നടന്നു. ഇതൊരു വലിയ മുഅ്ജിസത്താണ്. പക്ഷെ ആ മുഅ്ജിസത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സഹാബത്തിന്റെ ചരിത്രത്തിൽ കാണാം, അവരൊരു ശത്രു രാജ്യത്തേക്ക് എന്ത് ചെയ്യണം? യുദ്ധത്തിന് പോകണം. യുദ്ധത്തിന് പോകുമ്പോൾ വലിയൊരു പുഴ മുറിച്ച് കിടക്കണം. ഇവരുടെ കയ്യിലൊന്നുമില്ല. അപ്പൊ ഇവരിതിനെ പ്രാർത്ഥിക്കണം പടച്ചവനോട്. എന്നിട്ട് സേനാ നേതാവ് പറഞ്ഞു, ഞാൻ ഈ പുഴ എൻ്റെ കുതിരയെക്കുള്ളിൽ മുറിച്ച് കിടക്കും, നിങ്ങൾ ബാക്കിൽ വരണം. ഒരു വലിയ കറാമത്ത് നിലക്ക് എന്ത് ചെയ്തു? ആ പുഴയുടെ മുകളിലൂടെ അവർ എന്ത് ചെയ്തു? കുതിര ഓടിച്ച് പോയി. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സഹാബത്താണ്. കറാമത്ത് ഉണ്ടാവും. ഹദീസിലുള്ള കേട്ടോ, നമ്മളെ മറ്റേ കറാമത്ത് കഥ പോലത്തെ കഥ അല്ലത്. ഇത് ഹദീസിലുള്ള സ്ഥിരപ്പെട്ട സംഭവമാണ്. എന്ന് പറഞ്ഞാൽ സഹാബത്ത് ആ പുഴയുടെ മുകളിലൂടെ എന്ത് ചെയ്തു? കുതിര ഓടിച്ച് പോയി. അപ്പൊ നിങ്ങൾ ആലോചിച്ചോളൂ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്ത് എന്താ? അപ്പൊ അതിനേക്കാൾ വലുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട സഹാബത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് കറാമത്ത് പണ്ഡിതന്മാർ പറഞ്ഞ ഒരാൾക്ക് കിട്ടുന്ന കറാമത്ത് എന്ന് പറഞ്ഞാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തിന്റെ ഭാഗമാണ്. നാട്ടിൽ കറാമത്താണ്, കച്ചവടത്തിനാണ്. യഥാർത്ഥ കറാമത്ത് അങ്ങനെയല്ല. ഒരു ഉമ്മത്തിൽപ്പെട്ട ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ആർക്ക് കറാമത്ത് ഉണ്ടായാൽ അതിനർത്ഥം എന്താ അറിയോ? നബി ശരിയായ നബിയാണെന്ന് അതിനർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ അടയാളമാണ് ഇയാൾക്കുള്ള കറാമത്ത്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്രവാചകനായി അംഗീകരിച്ചത് കൊണ്ടാണ് ഇയാൾക്ക് എന്ത് ഉണ്ടായത്? കറാമത്ത് ഉണ്ടായത്. അപ്പൊ ഇയാൾക്ക് കറാമത്ത് ഉണ്ടായതിന്റെ അർത്ഥം നബി സത്യപ്രവാചകനാണെന്നുള്ളതാണ്. മനസ്സിലായോ? അതല്ലാതെ ഇയാൾക്ക് കറാമത്ത് ഉണ്ടായതുകൊണ്ട് ഇയാൾ വലിയ ആളായെന്നല്ല. കറാമത്ത് അത്ഭുതങ്ങൾ കാണിക്കുക എന്നുള്ളത് ഒരു ഇസ്ലാമിക സംഭവമില്ല. ഏറ്റവും കൂടുതൽ അത്ഭുതം കാണിക്കുന്ന ആരാണ്? എനിക്ക് ആരാ? ലോകത്ത് ഏറ്റവും കൂടുതൽ അത്ഭുതം കാണിക്കുന്ന ആരാണ്? മസീഹ് ദജ്ജാല. ഓനെക്കാട്ടും വലിയ മേജിക്കാരൻ വരാനില്ല. അവൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെ കാണിക്കുക? നാഗ 40 ദിവസം ജീവിക്കുള്ളൂ. വലിയ അത്ഭുതം. ആകാശത്തൊരു മഴ പറ്റുന്നുണ്ട്, വെറും മഴയാണ്. ഭൂമിയിൽ സ്വർണം പറ്റുന്നുണ്ട്, സ്വർണ്ണം. അല്ല പെണ്ണുകളൊക്കെ പോകണമൊക്കെ പോകുന്നു. അതുകൊണ്ട് ദജ്ജാല് പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ വീട് ചങ്ങലൊക്കെ ഇട്ടോടിയെന്ന് ഹദീത്തുണ്ട്. കാരണം ഈ സ്വർണ്ണം പുള്ളിയൊക്കെ പാടെ കാണുമ്പോൾ തിരിച്ചിട്ട് അമ്മേന്ന് പറഞ്ഞാൽ ബാക്കിലുള്ള കൂടി തന്നെ പടച്ചെന്ന് പറഞ്ഞിട്ട് മനസ്സിലല്ലേ? അതുപോലെ തന്നെ ഭൂമിയോട് പറയും ഫലവൃക്ഷങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞു. അതാ വരുന്ന ഫലവൃക്ഷങ്ങൾ വരും.
അപ്പൊ ഇത് കാണുമ്പോൾ അവനക്ക് സ്വർഗം ഉണ്ടാവും, നരകം ഉണ്ടാവും. കേട്ടോ പറയാണ് ഞാനാ പഠിച്ചോളത്. മരിച്ചവരെ ജീവിപ്പിക്കും. അതൊക്കെ അള്ളവന് ഒരു പരീക്ഷണാർത്ഥം കൊടുക്കണം. എത്രത്തോളം ചോദിച്ചാല് ഒരു മുഅ്മിനോട് പറയും ഞാൻ പഠിച്ചവനെ വിശ്വസിക്കില്ല അറിയും. എന്നാ എന്റെ മരിച്ചുപോയ ബാപ്പാനും ഉമ്മാനെ എപ്പം ജീവിപ്പിച്ചു തരാം, വിശ്വസിക്കും. അത് ജീവിപ്പിക്കാറ്. അവന്റെ വാപ്പാന്റെ ഉമ്മാനെ ഖബറിനടുത്ത് പോയിട്ട് എണീറ്റ് പോകാന്നറിയും. ആ വരുന്ന വാപ്പയും യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിക്കും, മനുഷ്യന്മാർ പതറിപ്പോയില്ലേ? യഥാർത്ഥത്തിൽ എന്താണെന്ന് പറയാം, ആ വാപ്പിയമ്മയല്ല, രണ്ട് നേതാന്മാരാണ്. ഒരു വാപ്പാന്റെ ഉമ്മാനെ കോത്തിലൊന്നാണ്. ഇതൊക്കെ ഇവിടെ സംഭവിക്കാനുള്ള കാര്യമാണ്. അപ്പൊ അത്ഭുതം കണ്ടിട്ട് എന്ന് പറഞ്ഞാണ്ട് ആരും എന്ത് ചെയ്യണ്ട, ഖുറാനും സുന്നത്തും വിട്ടിട്ട് പോകുന്നുണ്ട്. നമ്മളെ കോമിനെ വെച്ചാൽ ഇപ്പൊ അത്ഭുതമായാൽ മതി. മനസ്സിലായല്ലേ? അത്ഭുതം ഉണ്ടായാൽ ഒക്കെ എന്നുള്ളതാണ് നമ്മളെ കൗമിന്റെ അവസ്ഥ. അപ്പൊ ഇതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ പ്രവാചകന്മാരുടെ ജീവിതത്തിലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ആ പ്രവാചകന്മാർ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല മറന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്തിട്ടില്ല. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ ഇനി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? പിന്നെ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. ഇത് വല്ലാത്തൊരു നിഅമത്താണ്. കാറ്റ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ സൈന്യങ്ങളിൽപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന് വെള്ളം, തീ, കാറ്റ്. ഇത് 3ഉം അള്ളാഹുവിന്റെ സൈന്യത്തിൽപ്പെട്ടതാണ്. ഈ 3ഉം അള്ളാഹു ശിക്ഷയായിട്ടും മറക്കും, രക്ഷയായിട്ടും കൊടുക്കും. വെള്ളം രക്ഷയാണ്, ശിക്ഷയാണ്. കാറ്റ് രക്ഷയുമാണ്, ശിക്ഷയാണ്. അതുപോലെ തന്നെ തീയും. ചിലപ്പം തീയും മനുഷ്യന്മാർക്ക് ഉപകാരമുണ്ട്, എന്നാൽ അതുകൊണ്ട് ശിക്ഷിക്കാനും കഴിയും. ഇത് 3ഉം അള്ളാഹുവിന്റെ ജുന്ദും മിൻ ജുനൂദില്ല. ഇതിനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. എന്ന് പറഞ്ഞാൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു. വലിയ. അപ്പൊ ഇന്നത്തെ പോലെ പിന്നെ വിമാനങ്ങളോ സൗകര്യങ്ങളോ ഒന്നില്ലല്ലോ. അപ്പൊ രാജാവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആദ്യത്തിന്റെ രാജ്യത്തിന്റെ അതിർത്തികളിലേക്ക് പോവുക, എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ആവശ്യമുള്ള സംഗതിയാണ്. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോകലാരാ? കാറ്റ്. സുലൈമാൻ നബി നിന്നെടുക്കും, കാറ്റാണ് കൊണ്ടുപോകും. നിങ്ങൾ ആലോചിച്ച് നോക്കിയ സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ ഇപ്പൊ ആൾക്കാർ വിശ്വസിച്ചെങ്കിലും അവനൊക്കെ മുമ്പിനാവുള്ളൂ. കേൾക്കണത് കാറ്റ് കൊണ്ടുപോകേ എന്ന് അള്ളാന്റെ ഖുർആനാ പറഞ്ഞു. ഒരു സുലൈമാൻ എന്ന് പറഞ്ഞ ശക്തിയായ സാധാ കാറ്റൊന്നുമല്ല, അതിനൊന്നും അതിന്റെ ആളെ പൊന്തൂല. എന്ന് പറഞ്ഞാൽ ആള് തന്നെ പറന്നു പോകുന്ന കാറ്റിനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു? പിന്നെ നാം അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. ഇതിന് മാത്രമല്ല, എവിടേക്ക് തജ്രീബി അംരി, അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം എന്ത് ചെയ്യും? അത് സഞ്ചരിക്കും. കാറ്റ് ഇങ്ങോട്ട് പോകുന്നവരെ ഇങ്ങോട്ട് പോകും. ഇപ്പൊ നമ്മൾ ഫ്ലൈറ്റ് നിയന്ത്രിക്കണില്ലേ, അതുപോലെ ആര് കാറ്റിനെ നിയന്ത്രിക്കും? സുലൈമാനെ നിയന്ത്രിക്കും. കിഴക്കോട്ടല്ല വടക്കോട്ട, അപ്പൊ കാറ്റ് കണ്ടടിക്കും. എവിടേക്ക്? ഇലൽ അർളില്ലത്തി ബാറക്നാ ഫീഹാ, നമ്മുടെ ബർക്കത്ത് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭൂപ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ ഇവിടെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഫലസ്തീന്റെ ഭാഗത്തുള്ളത്. അപ്പൊ അവിടെ ബർക്കത്തുള്ള സ്ഥലമാണ്. ആ ബർക്കത്തുള്ള സ്ഥലത്തിലേക്ക് അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം സഞ്ചരിക്കുന്ന കാറ്റ്. നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ചു നോക്കിങ്ങള്. ഇത് വാഹനമല്ലല്ലോ. അപ്പൊ കാറ്റിനൊരു വാഹനമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുക്കണം. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിൻ്റെയും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് വരുന്നതിൻ്റെ എത്രയോ മുമ്പുള്ള സംഭവങ്ങളാണെന്നൊക്കെ. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയുന്ന കാര്യമാണ്. അപ്പൊ കാറ്റ്, ഇപ്പൊ സുലൈമാൻ നബി, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇതിനും വലിയ അത്ഭുതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അതേ പറഞ്ഞേ, എല്ലാം ഉണ്ടെങ്കിലും ഇതിനേക്കാൾ വലിയ അത്ഭുതം റസൂലുള്ളാഹിക്ക് ഉണ്ടായിട്ടുണ്ട്. മെഹറാജില്ലേ, മെഹറാജിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പോയില്ലേ, ഇതിന് വലിയ അത്ഭുതമല്ലേ? മെഹറാജിന് പോകുമ്പോൾ സ്പീഡ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ചിന്തിച്ചു നോക്കണം. കാരണം ഇവിടുന്ന് പിന്നെ നമ്മളെ ഈ 400 ചില്ലാനും കിലോമീറ്റർ അപ്പുറത്തുള്ള സ്പേസിലേക്ക് ഇവിടുന്ന് റോക്കറ്റ് അയക്കുന്നത് സെക്കൻഡിൽ എത്രയോ കിലോമീറ്ററുകളാണ് സഞ്ചരിക്കുക. ഒരു സെക്കൻഡിൽ 30-ലധികം, അത് 36 തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് എനിക്കറിയില്ല. അത്രയും ഒരു സെക്കൻഡിൽ സഞ്ചരിക്കണം. 1 എണ്ണുമ്പോൾ 36 കിലോമീറ്റർ ഓടണം. എന്നാൽ ഇതിന്റെ ഗുരുത്വാകർഷണ ബലത്തിന് കവർ ചെയ്യാൻ കഴിയുള്ളൂ റോക്കറ്റിന്, ഇല്ലെങ്കിൽ ഇവിടെ താഴ്ത്തു പോകും. എന്നിട്ട് എവിടേക്ക് എത്തുള്ളൂ? 400 ചില്ലാനും കിലോമീറ്റർ. ഈ 400 ചില്ലാനായിട്ട് ഇവിടെ ആകാശത്തിന് 1 ആകാശത്ത അല്ലല്ലോ.
അത് കഴിഞ്ഞിട്ട് ആകാശം എത്രയോ ഉണ്ട്. ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ഗാലക്സി ഉണ്ട്, മിൽക്കി വേ ഉണ്ട്, ബ്ലാക്ക് ഹോൾസ് ഉണ്ട്, ഒരുപാടുണ്ട്. അതൊക്കെ ഒന്നാം ആകാശത്തിലാണ്. ഈ ഒന്നാം ആകാശത്തിന്റെ 4 അലത്തേക്ക് പോലും മനുഷ്യന്മാർ ഇതിൽ എത്തിയിട്ടില്ല. ഇത് നിങ്ങൾ ആലോചിച്ച് ഒറ്റ രാത്രി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 7 ആകാശത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല, അവിടെ സ്വർഗം കണ്ടു, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു, നരകം കണ്ടു, നരകത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കി, പ്ലസ് തിരിച്ച് മക്കയിലേക്ക് വന്നു. ഒറ്റ രാത്രി ഉണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചു ആ സഞ്ചാരത്തിന്റെ വേഗത എത്രയായിരിക്കും? സഞ്ചാരത്തിന്റെ വേഗത എത്രയായിരിക്കും? അപ്പൊ അത് അള്ളാഹുവിന്റെ അത്ഭുതമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാറ്റ് സഞ്ചരിച്ചപ്പോൾ അത്ഭുതമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയത്. മനസ്സിലായോ? ഇനി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അപ്പൊ നമ്മൾ ഈ പിന്നെ സുനിത വില്യംസ് ഒക്കെ വന്നില്ലേ താഴത്തേക്ക്, ആ വീഡിയോ കണ്ടിട്ടോ, മറ്റേ പാരച്ചൂട്ടിൽ താഴത്തൊക്കെ യേശുദാസൻ പറയാണ് 2 ജിബ്രീലിന്റെയും മീകായിലിന്റെയും ചിറകിന്മേൽ കൈ വെച്ചുകൊണ്ടാണ് ഈസാ നബി ഇറങ്ങി വരിക എന്നാ ഹദീസിലുണ്ട്. കാരണം വാനലോകത്താണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അടുക്കലാണുള്ളത്. എവിടെയെന്നറിയില്ല, അള്ളാഹുവിന്റെ അടുക്കലുണ്ട്. പിന്നെ ആ അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹത്തിന് റിസ്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മധ്യവയസ്കതയിൽ ഉയർത്തപ്പെട്ട അതേ പ്രായത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുക, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 33-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇവിടെ വരിക. അങ്ങനെ 7 വർഷം കൂടെ ജീവിക്കുക. 40-ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്ത് ചെയ്യും, മരണപ്പെടും. ഇതൊക്കെ ഹദീസിലുള്ള. അപ്പൊ ഇറങ്ങി വരുന്നത് കൈ വെച്ചുകൊണ്ടായിരിക്കും. അതൊക്കെ ഹദീസിലുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം എന്താണ്, എളുപ്പമുള്ള സംഗതിയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ തൊള്ളം പൊളിച്ച് നിൽക്കേണ്ടത് അതൊക്കെ ഖുർആനിലുള്ളതാണ്, ഹദീസിലുള്ളതാണ്. ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുള്ളൂ, അംഗീകരിക്കുക. ഇല്ലെങ്കിൽ സലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നേരെ ഇസ്ലാം എന്നാണ് പുറത്തു. അതൊക്കെ ബുദ്ധിക്ക് യോജിക്കാത്ത ഇക്കാര്യം ചില ഇതിനൊക്കെ വ്യാഖ്യാനിച്ച ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ പോലത്തെ ആൾക്കാർ കൊൽക്കത്തൊന്നും ബുദ്ധി കൊടുക്കും. ഈ കാറ്റിനെ കീഴ്പ്പെടുത്തി സുലൈമാൻ നബി പിന്നെ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ് അതിനങ്ങോട്ട് വ്യാഖ്യാനിച്ചിട്ട് എന്താക്കിയെന്ന് വെച്ചാൽ അത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ അന്തസംഘർഷങ്ങളെ പിന്നെ എന്താ പറയാ ആലങ്കാരികമായി പറഞ്ഞതാണ്. നമ്മൾ മീനിന്റെ പേടിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്തിന്റെ ഉള്ളിൽപ്പെട്ട നമുക്ക് തോന്നൂല എന്നൊക്കെ പറഞ്ഞു. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആവശ്യം? ഇതൊക്കെ ഇങ്ങനെ ആലങ്കാരികമായി പറയാൻ അള്ളാഹ്ക്ക് അറിയില്ലല്ലോ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹക്കായി മനസ്സിലാക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം അദ്ദേഹം നിയന്ത്രിക്കുന്ന രീതിയിൽ തന്നെ കാറ്റിന് അള്ളാഹു അദ്ദേഹത്തിന് എന്ത് ചെയ്തു, കീഴ്പ്പെടുത്തി കൊടുത്തു. അത് അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന വലിയൊരു നിഅമത്താണ്. അതാണ് തജ്രീബി അംരി. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം ആ കാറ്റ് സഞ്ചരിക്കുന്നു. ഇലൽ അർദില്ലതി ബാറക്നാ ഫീഹാ, അദ്ദേഹത്തിന്റെ അധികാരമുള്ള ബർക്കത്തുള്ള സ്ഥലങ്ങളിലേക്ക് അത് സഞ്ചരിക്കുന്നു. വകുന്നാ ബികുല്ലി ഷൈഇൻ ആലിമീൻ, എല്ലാ കാര്യത്തെ സംബന്ധിച്ചും നാം അറിവുള്ളവനാകുന്നു. പഠിച്ചവനറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുക, എന്തൊക്കെ കാര്യങ്ങൾ നടക്കാനിരിക്കുക. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അറിയുന്നവനാകുന്നു. അപ്പൊ ഇത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ ബൈത്തുൽ മുഖദ്ദസ് ഷാമിന്റെ പ്രദേശത്താണ് അള്ളാഹു പിന്നെ അദ്ദേഹത്തെ അള്ളാഹു ജീവിപ്പിച്ചത്. അതാണ് അർദ് മുബാറക്ക് നടത്തിട്ട് അവിടെ തന്നെയാണ് അധികം അമ്പിയാക്കന്മാരുടെ പിന്നെ വാസസ്ഥലം. അവിടെ തന്നെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിജ്റ പോയത് അവിടെ തന്നെയാണ്. അതുപോലെ തന്നെ പിന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിജ്റ പോയത് അവിടെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രവാചകന്മാരും എത്തിയൊരു സ്ഥലമാണ് അവിടെ. അതാണ് ബാറക്നാ ഫീഹാ എന്ന് പറയുന്നത്. നാം ബർക്കത്ത് കൊടുത്ത ഭൂമിയാണത്. വകുന്നാ ബികുല്ലി ഷൈഇൻ ആലിമീൻ, എല്ലാത്തിനും നാം അറിവുള്ളവനാകുന്നു. അപ്പൊ അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. അള്ളാഹിന്റെ കൽപ്പനപ്രകാരം തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആയത്തിന്റെ ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാൻ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇൻഷാ അല്ലാഹ് വരുന്ന ശനിയാഴ്ച മഗ്‌രിബിന് ശേഷം നമ്മുടെ സലഫി ജബൽ വെച്ചുകൊണ്ട് നമ്മുടെ സമ്മേളനത്തിന്റെ പ്രചാരവുമായി ഇപ്പോൾ നടക്കുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. അംജദ് മദനിയാണ് ക്ലാസ് എടുക്കുന്ന. എല്ലാ ആളുകളും മഗ്‌രിബ് നിസ്കാരത്തിന് നമ്മുടെ സലഫി ജബൽ പള്ളിയിലേക്ക് എത്തുക. അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ പള്ളിയിലേക്ക് എത്തുക. സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ടാവും. പള്ളിയുടെ തൊട്ട് മുമ്പിലുള്ള നമ്മുടെ ഒഴിഞ്ഞ സ്ഥലത്താണ്, നമ്മുടെ സാധാരണ സെൻട്രലാണ് നടക്കുന്നത്, സെൻട്രലല്ല, നമ്മുടെ ഒഴിഞ്ഞ സ്ഥലത്താണ് പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ ആളുകൾ അത് കൂടുതൽ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്ത്രീകൾക്കും സൗകര്യം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളുമായി ബന്ധപ്പെട്ട, നമ്മുടെ കുട്ടികളുമായി കൊണ്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും സംസാരിക്കുക. പിന്നെ നമ്മുടെ സമ്മേളനം, കുട്ടികളുടെ സമ്മേളനം അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ പ്രചരണം കൂടിയാണ്. എല്ലാ ആളുകളും ആ കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ.
വിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ നന്മകളും അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ മുഴുവൻ തെറ്റുകളും അള്ളാഹു പുറത്ത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ നേടിയെടുത്ത ഈമാൻ തഖ്വയും തുടർന്നുള്ള ജീവിതത്തിൽ പുലർത്താനും തഖ്വയോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.